കഴിഞ്ഞ ദിവസം ഞാൻ ഇല്ലായിരുന്നു. വേറെ മാതാജിമാര് പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോകാം. 19ാമത്തെ ശ്ലോകത്തില് വിവിധ ശംഖങ്ങളിൽ നിന്നുയർന്ന ഈ നാദഘോഷം ഭൂമിയിലും അന്തരീക്ഷത്തിലും മാറ്റൊലിക്കൊണ്ടു ധൃതരാഷ്ട്രപുത്രന്മാരുടെ ഹൃദയം പിളർക്കുകയായി. എന്തുകൊണ്ടാണ് ധൃതരാഷ്ട്രപുത്രന്മാരുടെ ഹൃദയം പിളർന്നത്? 19ാമത്തെ ശ്ലോകത്തില് എന്തെന്ന് വെച്ചാല് അവർക്ക് അഭയമില്ല. ഭഗവാന്റെ അഭയം എടുക്കാത്തവർക്ക് ഭയം വരും. അപ്പോ ആ ഒരു അഭയമില്ലാത്തത് കാരണം എല്ലാം നഷ്ടപ്പെടും എന്നുള്ളൊരു ഭയം, എന്തും നഷ്ടപ്പെടാനുള്ള ഭഗവാനെ ശരണം പ്രാപിക്കാത്തത് കാരണം, ഭഗവാനെ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമേ ഭയക്കാനില്ല. പക്ഷെ അവിടെ ധൃതരാഷ്ട്രരുടെ അല്ലെങ്കിൽ ദുര്യോധനന്റെ സൈന്യത്തിലുള്ളവർ ഭഗവാന്റെ അഭയമില്ലാത്ത കാരണമാണ് ആ ഒരു ഭയം അവർക്ക് ഉളവായത്. അതുകൊണ്ടാണ് അവരുടെ ഹൃദയം പിളർക്കുകയുണ്ടായത്. ബിക്കോസ് പാണ്ഡവർക്ക് അങ്ങനെ ഒരു ഭയം അവിടെ ഉണ്ടായില്ല. അപ്പൊ അവരുടെ വിജയ ചിഹ്നങ്ങളെ കുറിച്ചെല്ലാം നമ്മൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി ഈ അടുത്ത ശ്ലോകത്തിൽ നോക്കിക്കഴിഞ്ഞാല്, അല്ലയോ രാജാവേ, പിന്നെ പാണ്ഡുപുത്രനായ അർജുനൻ ഹനുമാൻ കൊടിയടയാളമായുള്ള തേരിലിരുന്നുകൊണ്ട് വില്ലെടുത്ത് ശരങ്ങൾ ഉതിർക്കാൻ തയ്യാറായി. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് അർജുനൻ ശരങ്ങൾ ഉതിർക്കാൻ തയ്യാറായി, അല്ലെ? ഒരു നിമിഷത്തിൽ തയ്യാറായില്ല എന്ന് നമ്മൾ ചിന്തിക്കേണ്ട. ഇവിടെ എന്താണ്? ശസ്ത്രസമ്പാദേ എന്ന് പറയുന്നുണ്ട്, അല്ലെ? ധനുരുദ്യമ പാണ്ഡവൻ. അവിടെ അർജുനനെയാണ് പറയുന്നത്. ധനുരുദ്യമ, ധനു എടുത്തു, അല്ലെ? അതില് ആയുധം എടുത്ത് വില്ലെടുത്ത് അമ്പയ്യാനായിട്ട് തുടങ്ങിയ അർജുനനാണ് പിന്നീട് ഇനി നമ്മൾ അവസാനം കാണുന്നത് ഗാന്ധീവമെല്ലാം താഴെ വെച്ചിരിക്കുന്നത്, അല്ലെ? കയ്യിൽ നിന്നും ഗാന്ധീവമെല്ലാം വഴുതി പോകുന്നത് കാണാൻ പോകുന്നത്. അപ്പൊ ഇവിടെ ശരങ്ങൾ ഉതിർക്കാനൊക്കെയും തയ്യാറായി. അവിടെയും വിജയചിഹ്നം കാണിക്കുന്നുണ്ട്. എന്താണ് വിജയചിഹ്നം കാണിക്കുന്നത്? ഹനുമാൻ കൊടി അടയാളമായിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മഹതി സ്യന്തനെ പറഞ്ഞു, അല്ലെ? അഗ്നിദേവൻ കൊടുത്ത ആ ഒരു രഥം. അതുപോലെ ഇവിടെ ഹനുമാൻ സ്വാമി എവിടെയുണ്ട്? കൊടിയിലുണ്ട്. അങ്ങനെ എല്ലാം വിജയചിഹ്നങ്ങൾ ഉണ്ടായിട്ടുമാണ് ഇവിടെ അർജുനൻ പിന്നീട് ഇനി വരാൻ പോകുന്ന ശ്ലോകങ്ങളിൽ പറയാൻ പോകുന്നത്, ഇനി എനിക്ക് വയ്യ, എനിക്ക് പറ്റുന്നില്ല എന്ന്. അപ്പോ അതിനുള്ള ഒരു കാരണമെല്ലാം ഇവിടെയാണ് തുടങ്ങുന്നത്. അണിനിരുന്ന് നിന്ന് കൗരവ സൈന്യത്തെ നോക്കി കൃഷ്ണനോട് ഇങ്ങനെ പറഞ്ഞു. 20ാമത്തെ ശ്ലോകത്തില് ഋഷികേശം, അല്ലെ? ഋഷിക നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഋഷിക എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻസസ്, ഇന്ദ്രിയങ്ങൾ. ഇന്ദ്രിയങ്ങളുടെ നാഥനായ ഭഗവാനോട്, ഋഷികേശനോട് അർജുനൻ എന്തു പറഞ്ഞു? ഭഗവാനെ ഇനി എന്ത് വേണം എന്നുള്ളത് അടുത്ത പറയാണ്. അർജുനൻ പറയാൻ പോവാണ്, അല്ലെ? 21 മുതല്. അർജുന ഉവാച, അർജുനൻ എന്താ പറഞ്ഞത്? സേനയോർ ഉഭയോർ മധ്യേ, രണ്ട് സൈന്യങ്ങളുടെയും നടുക്ക് രഥം നിർത്തുക. എന്തെന്നാ ഭഗവാനെ അവിടെ അഭിസംബോധന ചെയ്യുന്നത്? അച്യുത. അച്യുത എന്ന് പറഞ്ഞാല് അവിടെ വായിക്കുമ്പോ മേച്യുത എന്ന് വായിച്ചു പോകണം കേട്ടോ. മേച്യുത, അല്ലാതെ മേ അച്യുത എന്ന് എടുത്ത് വായിക്കേണ്ട കാര്യമില്ല. അത് വായിക്കുമ്പോ തന്നെ മേ അച്യുത എന്നങ്ങ് ആയിക്കോളും. അപ്പോ അച്യുത എന്ന് പറഞ്ഞാല് ഭഗവാന് യാതൊരു ച്യുതിയുമില്ല, യാതൊരു വീഴ്ചയുമില്ല. ഭഗവാൻ ഇവിടെ പാർത്ഥസാരഥിയായിട്ടാണ് വരുന്നത്. പക്ഷെ എന്ത് വെച്ചിട്ട് ഭഗവാന്റെ പൊസിഷൻ, ഭഗവാൻ ഏറ്റവും ഉയർന്ന പൊസിഷനിലുള്ള വ്യക്തിയാണ്. ഈ ആ ഒരു ഈശ്വരനാണ്, എല്ലാറ്റിൻ്റെയും നിയന്താവാണ് എന്ന് വെച്ചിട്ട് ഭഗവാൻ പാർത്ഥസാരഥിയായി എന്ന് വെച്ചിട്ട് ഭഗവാന്റെ ആ ഒരു സ്ഥാനത്തിന് യാതൊരു ച്യുതിയും സംഭവിക്കുന്നില്ല. ഭഗവാന്റെ ആഗ്രഹം ഭക്തന്മാരെ സേവിക്കുക എന്നുള്ളതാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ആരാ സേവിക്കേണ്ടത്? ഭക്തന്മാരാണ് ഭഗവാനെ സേവിക്കേണ്ടത്, അല്ലെ? ഭഗവാൻ ഇനിയിപ്പോ 18ാമത്തെ അധ്യായത്തില് നമ്മളിപ്പോ കുറച്ചു മുന്നേ പഠിച്ചിരുന്നു. 18ാമത്തെ അധ്യായത്തിൽ 66ാമത്തെ ശ്ലോകമൊക്കെ എന്താ പറഞ്ഞത്? സർവധർമാൻ പരിത്യജ മാമേകം ശരണം വ്രജ. എന്നെ നീ ശരണം പ്രാപിക്കൂ എന്നാണ് പറഞ്ഞിരുന്നത്, അല്ലെ? പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? അങ്ങനെ ശരണം പ്രാപിക്കുന്നതിന് പകരം ഇനിയിപ്പോ നമ്മൾ കാണാൻ പോകുന്നത് അവിടെ അർജുനൻ ഈ ഒരു ശ്ലോകത്തിൽ കാണാൻ പോവുകയല്ല, കണ്ടുകൊണ്ടിരിക്കുന്ന എന്താ? സേനയൊരു ഉഭയോർ മധ്യേ അവിടെ നിർദ്ദേശം കൊടുക്കുകയാണ്. അപ്പോൾ ശരണം പ്രാപിക്കാൻ പറയുന്ന വ്യക്തി ഭഗവാൻ എങ്ങനെയുള്ള ആളാണ്? മദ്ഭയാത് വാതിവാദൂയം സൂര്യസ്തപതി മദ്ഭയാത് വർഷാദിന്ദ്രോ ദഹത് അഗ്നീർ മൃത്യുശ്ചരതി മദ്ഭയാത്. ഈ ശ്ലോകം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? സൂര്യൻ അസ്തമിക്കുന്നു, അതുപോലെ രാവിലെ തന്നെ ഉദിക്കുന്നു. ഈ ഉദയവും അസ്തമയവും എല്ലാം ആരുടെ നിർദ്ദേശപ്രകാരം? ഭഗവാന്റെ നിർദ്ദേശപ്രകാരം. ഇനി
വാതിവാതോയം, വാതിവാതോയം കാറ്റ് വീശുന്നുവെങ്കിൽ അതെന്താണ്? ഭഗവാനെ ഭയന്നിട്ടാണ്. മദ് ഭയാത്ത്, എന്നെ ഭയന്നിട്ട്, എന്നോടുള്ള ഭയം കാരണമാണ് ഇതൊക്കെ നടക്കുന്നത്. വർഷാത് ഇന്ദ്രോ, ഇന്ദ്രൻ എന്ത് ചെയ്യുന്നു? മഴ പെയ്യിക്കുന്നു. ദഹത് അഗ്നി, അഗ്നി ദഹിപ്പിക്കുന്നു. മൃത്യുശ്ചരതി, എന്തിനു പറയുന്നു? മൃത്യു പോലും, യമരാജൻ പോലും ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ഈ 9.10 മയാ അധ്യക്ഷേണ പ്രകൃതി, ഭഗവാനാണ് ഈ പ്രകൃതിയുടെ എല്ലാറ്റിന്റെയും അധ്യക്ഷൻ. എല്ലാ പ്രകൃതി സൂയത്തെ സചരാചരം അവിടെയും പറയുന്നുണ്ട് അല്ലെ. അപ്പൊ എല്ലാ പ്രവർത്തനങ്ങളും ഈ പ്രകൃതിയിൽ നടക്കുന്നുവെങ്കിൽ അത് ഭഗവാനെ ഭയന്നിട്ടും ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ചുമാണ്. അങ്ങനെയുള്ള ഭഗവാനാണ് ഇപ്പോ അർജുനന്റെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കാൻ പോകുന്നത് അല്ലെ. അപ്പൊ ഭഗവാൻ എത്രത്തോളം കരുണ കാണിക്കുന്ന വ്യക്തിയാണ്. ഭക്തനോട് അഹം ഭക്തപരാധീന എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഭാഗവതത്തില്. അഹം ഭക്തപരാധീന, എന്റെ ഭക്തൻ എന്നോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, അത് എങ്ങനെയുള്ള ഭക്തൻ? പരിശുദ്ധ ഭക്തൻ. എന്റെ പരിശുദ്ധ ഭക്തൻ എന്നോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് അനുസരിക്കാണ്ട് നിവൃത്തിയില്ല. ഞാൻ എങ്ങനെയാണ്? അഹം ഭക്തപരാധീന, ഞാൻ പരാധീനനാണ്. അത് എന്താ പറയാ, ഭക്തൻ എന്നെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ ശരണം മാമേകം ശരണം വ്രജ എന്നൊക്കെ പറഞ്ഞെങ്കിലും അവിടെ ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് എന്താ പറയുന്നേ? ഞാൻ എൻ്റെ ഭക്തൻ പറയുന്നത് ഞാന് അനുസരിക്കും എന്നുള്ളതും കൂടി അവിടെ വരികയാണ്. ശരണം വ്രജ, ഭഗവാൻ ഇവിടെ ആരെ ശരണം പ്രാപിച്ചിരിക്കണു അല്ലെ? അർജുനൻ പറയുന്ന അനുസരിക്കുന്നു. അതാണ് നമ്മൾ കാണുന്നത്. ഇവിടെ അച്യുത എന്ന വാക്ക് ഒരിക്കലും ഭഗവാന്റെ പൊസിഷൻ താഴേക്ക് പോകുന്നില്ല. അതുപോലെ തന്നെ ഇൻഫാലിബിൾ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ഒരു ച്യുതിയും സംഭവിക്കാത്തവൻ, ഒരിക്കലും വീഴ്ച സംഭവിക്കില്ല. ഇപ്പൊ നമ്മളൊക്കെ ആണെങ്കിൽ കുറഞ്ഞ ജോലി ചെയ്താൽ ആ ഒരു ഇമേജ് മാറിപ്പോകും. ഇപ്പം വലിയ സൂപ്പർ സ്റ്റാർ ഒക്കെ വലിയ സൂപ്പർ സ്റ്റാർ ആയിട്ട് അഭിനയിക്കുന്നവര് ചില റോള്, ഒരു സഹനടന്റെ റോള് കിട്ടിയാൽ അവർ അഭിനയിക്കില്ല. കാരണം അവരുടെ ഇമേജ് താഴ്ന്നു പോകും അല്ലെ. പക്ഷെ ഭഗവാൻ അങ്ങനെയല്ല. ഭഗവാൻ എപ്പോഴും ആ പൊസിഷനിൽ നിന്നും ഒരു മാറ്റവും സംഭവിക്കുന്നില്ല എന്ന് പറയാണ്. അപ്പോ എന്തിനാണ് അർജുനൻ അവിടെ നടുക്ക് സൈന്യം കൊണ്ട് നിർത്താൻ പറയുന്നത്? യുദ്ധകാംക്ഷികളായിട്ട് വന്നിരിക്കുന്നത് ആരൊക്കെയാണ്? രണസമുദ്യമേ, ആ ഒരു ധാർത്തരാഷ്ട്രൻ. അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, 23-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധിർ, ദുർബുദ്ധിയായ ദുര്യോധനന്റെ, ആ ഒരു ധാർത്തരാഷ്ട്രൻ എന്ന് പറഞ്ഞാൽ ദുര്യോധനൻ, ധൃതരാഷ്ട്രരുടെ പുത്രൻ. അപ്പൊ ധൃതരാഷ്ട്രരുടെ പുത്രനായ ദുര്യോധനൻ, എങ്ങനെയുള്ള ദുര്യോധനൻ? ദുർബുദ്ധിയായ ദുര്യോധനൻ. അദ്ദേഹത്തിന് സഹായിക്കാനായി, അദ്ദേഹത്തിന് വേണ്ടി യുദ്ധം ചെയ്യാനായി ഇവിടെ ആരെല്ലാമാണ് വന്നിരിക്കുന്നത് എന്ന് ഞാനൊന്ന് കാണട്ടെ. അത് ഒരു കാര്യം. ഇനി രണ്ടാമതൊരു കാര്യം പ്രഭുപാദരുടെ ഭാവാർത്ഥത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നത്, അതിന്റെ ഒരു എസ്റ്റിമേഷൻ എടുക്കുക. എത്ര പേരാണ് വന്നത്? എത്ര അക്ഷൗഹിണി പടയാണ് ഉണ്ടായിരുന്നത് ദുര്യോധനന്റെ പക്ഷത്ത്? 11. ഹരേ കൃഷ്ണ. 11. ദുര്യോധനന്റെ പക്ഷത്താണ് 11. 7 ഉണ്ടായിരുന്നത് പാണ്ഡവരുടെ പക്ഷത്ത്. അപ്പോ ഹരേ കൃഷ്ണ, താങ്ക് യു. ഇനി 11 അക്ഷൗഹിണി പടയുണ്ട്. അപ്പൊ ആരൊക്കെയാണ് വന്നിരിക്കുന്നത്? അയൽരാജ്യത്തെ രാജാക്കന്മാരൊക്കെ വന്നിട്ടുണ്ട്. ആരൊക്കെയാണ് വന്നതെന്ന് ഞാനൊന്ന് കാണട്ടെ. ദുര്യോധനെ സഹായിക്കാനായിട്ട് വന്നിട്ടുള്ളവരെല്ലാം ഞാനൊന്ന് കാണട്ടെ എന്ന് ഇവിടെ അർജുനൻ പറയുകയാണ്. പക്ഷെ അവിടെ അർജുനന്റെ ഭാവാർത്ഥത്തിൽ നമുക്ക് പറയുന്നുണ്ട്, അർജുനൻ അവിടെ നെഗോഷിയേഷന്റെ യാതൊരു ചിന്തയും ഇല്ല. നെഗോഷിയേഷൻ മീൻസ് എന്താ? അനുരഞ്ജനം അല്ലെ. അനുരഞ്ജനം നടത്താനായിട്ട് ഒരു തരത്തിലും അനുരഞ്ജന പ്രശ്നം ഒന്നുമേ ഇല്ല. ഇനി ഒരു യുദ്ധം നടക്കില്ല, നമുക്ക് രണ്ടുപേർക്കും കോംപ്രമൈസ് ചെയ്ത് പോകാം, അങ്ങനെയുള്ള ഒരു ചിന്തയും അർജുനനില്ല. പക്ഷെ ജസ്റ്റ് ഒന്ന് കാണുക, ആ ഒരു ചിന്തയേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഭഗവാൻ പ്രവർത്തിച്ചു തുടങ്ങി. എന്താണ്? അർജുനനെ ഇനി മുന്നേക്ക് കൊണ്ടുവന്ന് നിർത്തുമ്പോഴാണ് ഗീത ഉപദേശിക്കാനുള്ള ഒരു, നമ്മളെല്ലാം പതിത ആത്മാക്കൾ, നമുക്ക് എല്ലാവർക്കും നമ്മളെ എല്ലാം ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് അർജുനനെ മുൻനിർത്തി ഭഗവാൻ നമുക്ക് വേണ്ടി കരുണാമയനായിട്ടുള്ള ഭഗവാനായതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഭഗവത്ഗീത ഉപദേശിക്കാൻ വേണ്ടി അർജുനന്റെ മനസ്സ് ഭഗവാൻ മായയാല് മാറ്റാൻ പോവുകയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അത്രയാണ് നമുക്കിവിടെ ചുരുക്കി പറയാനായിട്ട് കഴിയുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് സമയം എടുക്കും.
ഹരേ കൃഷ്ണ. അർജുന ഉവാച സേനയോരുഭയോർमध्ये രഥം സ്ഥാപയമേ അച്യുത യാവദേതാൻ നിരീക്ഷേഹം യോദ്ധു കാമാനവസ്ഥിതാൻ കൈർമയാ സഹയോദ്ധവ്യം അസ്മിൻ രണസമുദ്യമേ. ഹരേ കൃഷ്ണ. ഉത്സവഘോഷങ്ങൾ നടക്കുന്നതിനിടയ്ക്ക് ഹരേ കൃഷ്ണ ഭൂമിയിലെ ഭക്തന്മാർ പ്രഭുപാദരോടൊപ്പം ഒരു ലളിതമായ ശിലാസ്ഥാപന കർമ്മത്തിൽ പങ്കെടുത്തു. അവർ ആ ശുഭകർമ്മത്തിനു വേണ്ടി ഒരു വലിയ കുഴി നിർമ്മിക്കുകയും അതിനു ചുറ്റും ഇഷ്ടികകൾ വെക്കുകയും ചെയ്തു. പ്രഭുപാദർ കുഴിയിലിറങ്ങി അനന്തശേഷം മൂർത്തി സ്ഥാപിച്ചു. അനന്തരം പ്രഭുപാദർ ഒരു ലളിതമായ വേദിയിലിരുന്ന് ഒരു പിത്തള ചേങ്ങല പൊട്ടി കീർത്തനത്തിൽ പങ്കെടുത്തു. അതേസമയം ഭക്തർ ഓരോരുത്തരായി അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്ന് കുഴിയിൽ മണ്ണ് നിറച്ചു. ആ സമയമെല്ലാം യാഗാഗ്നിയിൽ നിന്ന് പുക ഉയർന്നുകൊണ്ടേയിരുന്നു. പ്രഭുപാദർ ഒരു വിപുലമായ ലോകത്തെ പര്യടനത്തിന് ഒരുങ്ങുകയായിരുന്നു. കിഴക്കോട്ട് യാത്ര തിരിച്ച് ആസ്ട്രേലിയയിലേക്കും ജപ്പാനിലേക്കും ഹവായിലേക്കും US-ലേക്കും ഒരുപക്ഷെ തുടർന്ന് മെക്സിക്കോ, യൂറോപ്പ് എന്നിവിടങ്ങളിലേക്കും അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നതിന് 6 മാസത്തോളം കാലം എടുത്തേക്കും. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ബോംബെയിലെ കാര്യങ്ങൾ ശരിക്കും മുന്നോട്ട് പോകണമെന്ന് അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം യാത്ര പുറപ്പെടുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ബ്രഹ്മാനന്ദന്റെ അഭാവത്തിൽ നെയ്റോബിലെ ധർമ്മ പ്രചരണ പ്രവർത്തനം മോശപ്പെട്ടുകൊണ്ടിരിക്കുന്നതായി ബ്രഹ്മാനന്ദ സ്വാമിയിൽ നിന്ന് പ്രഭുപാദർ മനസ്സിലാക്കി. ബ്രഹ്മാനന്ദനോട് അവിടുത്തെ തന്റെ കൃത്യനിർവഹണത്തിനായി മടങ്ങിപ്പൊയ്ക്കൊള്ളുവാൻ പ്രഭുപാദർ സമ്മതിച്ചു. വീണ്ടും പ്രഭുപാദർക്ക് ബോംബെയിലേക്ക് ഒരു പുതിയ മാനേജറെ തിരഞ്ഞെടുക്കേണ്ടി വന്നു. ഇത്തവണ അദ്ദേഹം തിരഞ്ഞെടുത്തത് ഒരു യുവ ബ്രഹ്മചാരിയും ഇസ്കോണിന് ആജീവനാന്തംഗങ്ങളെ ചേർക്കുന്നതിന് മുന്നിട്ട് നിന്ന ധർമ്മപ്രചാരനുമായ ഗിരിരാജനെയായിരുന്നു. മാനേജ്മെന്റ് കാതലായ ചുമതല സംഭാവന സ്വരൂപിക്കലും ആജീവനാന്തം അംഗങ്ങളായി ആളുകളെ ചേർക്കലുമായിരുന്നു. ഗിരിരാജൻ ആ വിഷയത്തിൽ വിദഗ്ധനായതിനാലും പ്രായം കുറഞ്ഞവനും മറ്റു വിധത്തിൽ പ്രായോഗിക പരിചയം ഇല്ലാത്തവനുമാണെങ്കിലും അദ്ദേഹത്തിന് ആവശ്യം വേണ്ടുന്ന യോഗ്യത ഉണ്ട് എന്നായിരുന്നു പ്രഭുപാദരുടെ നിഗമനം. ഗിരിരാജൻ സരള സ്വഭാവിയും ഇസ്കോണിന്റെ ഭൂമിയിലെ വികസനത്തിൽ അദ്ദേഹത്തിനെ സഹായിക്കുന്നതിൽ വളരെ എളിമയോടും സ്വയം സമർപ്പിച്ച വ്യക്തിയുമാണെന്ന് പ്രഭുപാദർ നേരത്തെ തന്നെ കണ്ടിരുന്നു. പ്രഭുപാദരുടെ ബോംബെയിലെ താമസത്തിനിടയിൽ ഹോളണ്ടിൽ നിന്നുള്ള ഒരു യുവ വാസ്തുശില്പിയായ ഹാൻസ് കീൽമാൻ പ്രഭാഷണം കേൾക്കാൻ വരികയും കൃഷ്ണാവബോധത്തിൽ തൽപരനാവുകയും ചെയ്തിരുന്നു. ഒരു ഭക്തനായി തീരാനും ബോംബെയിലെ ഹരേകൃഷ്ണ നഗരം നിർമ്മിക്കുന്നതിൽ സഹായിക്കാനും പ്രഭുപാദർ ഹാൻസിനെ പറഞ്ഞു സമ്മതിപ്പിച്ചു. ഹാൻസ് ഉടൻ തന്നെ പ്രഭുപാദരുടെ മാർഗനിർദ്ദേശമനുസരിച്ച് കെട്ടിടങ്ങൾക്ക് വേണ്ട വാസ്തുശില്പപരമായ വരപ്പുകൾ ആരംഭിച്ചു. ഗിരിരാജനും മറ്റുള്ളവരും ചേർന്ന് കെട്ടിട നിർമ്മാണത്തിനായി 64 ലക്ഷം രൂപ സ്വരൂപിക്കേണ്ടതുണ്ടെന്ന് പ്രഭുപാദർ പറഞ്ഞു. ആ തുകയുടെ ഒരു ചെറിയ അംശം പോലും എങ്ങനെയാണ് സംഭരിക്കുക എന്നതിനെ പറ്റി ആ ഭക്തർക്ക് ഒരു രൂപവും ഇല്ലായിരുന്നു. ഏതായാലും പ്രഭുപാദർ അവർക്ക് ചില ആശയങ്ങൾ നൽകി. പേൺ നാമ സമ്പ്രദായം ഉപയോഗിച്ച് പ്രമുഖ വ്യക്തികളുടെ പിന്തുണ നേടുന്നതിനെ പറ്റി അദ്ദേഹം അവരോട് സംസാരിച്ചു. ഒരാൾ തന്റെ ജീവിത അവസാനം വരെ ഒരു അതിഥി മുറി ഉപയോഗിക്കാനുള്ള അവകാശം വിലയ്ക്ക് വാങ്ങുക എന്നതാണ് ഈ സമ്പ്രദായത്തിലൂടെ ചെയ്യുന്നത്. വേറെയും മാർഗങ്ങളുണ്ട്. ഏതായാലും ഭൂമി സ്വന്തമാക്കുക എന്നതാണ് ഉടനെ ചെയ്യേണ്ട കൃത്യം. അവർക്ക് ഭൂമി കൈവശം ഉണ്ടായിരുന്നു. എന്നാൽ കെട്ടിട നിർമ്മാണം നടത്തുന്നതിന് മുമ്പേ അവർക്ക് വസ്തു കൈമാറ്റ പ്രമാണം ലഭിക്കേണ്ടതുണ്ട്. ശ്രീ എൻ പ്രമാണം എഴുതി കൊടുക്കുന്നതിൽ കാലവിളംബം വരുത്തി കഴിഞ്ഞിരുന്നാൽ വ്യവസ്ഥ പാലിക്കുവാനും ഉടൻ തന്നെ കൈമാറ്റ പ്രമാണം എഴുതി കൊടുക്കുവാനും അയാളുടെ മേൽ സമ്മർദ്ദം ചെലുത്താൻ പ്രഭുപാദർ ഗിരിരാജനോട് ആവശ്യപ്പെട്ടു. ഒരു സാധാരണ മനുഷ്യന് പോലും ആധ്യാത്മിക സത്യം ഒരു ആധ്യാത്മികമായ ദർശനം കൈവരിക്കുവാൻ ഭൗതിക ലോകത്തിന്റെ ഒരു ഭാഗത്തെ ആധ്യാത്മിക ശക്തിയായി മാറുവാനുമുള്ള അസാധാരണമായ കഴിവ് പ്രഭുപാദർക്കുണ്ടായിരുന്നു. ആധ്യാത്മിക ദുർബലനായ ഭയത്താൽ ഭൗതിക ലോകവുമായി ഇടപെടാൻ മടിക്കുന്നു. അതിനാൽ വൈദിക ശാസ്ത്രങ്ങൾ ഒരു സന്യാസി പണമായും ഭൗതികവാദികളായ ആളുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കരുതെന്ന്
മുന്നറിയിപ്പ് നൽകുന്നു. എന്നാൽ പ്രഭുപാദർ ശ്രീല രൂപ ഗോസ്വാമി പഠിപ്പിച്ചിട്ടുള്ള തത്വത്തെ പിന്തുടർന്ന ഭൗതികങ്ങളായ വസ്തുക്കളെല്ലാം കൃഷ്ണ സേവനത്തിന് ഉപയോഗിക്കപ്പെടുവാനും അങ്ങനെ അവയുടെ ആധ്യാത്മിക സ്വഭാവം വീണ്ടെടുക്കാനുള്ള അന്തർലീന സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കിയിരുന്നു. ഈ തത്വം അനുവർത്തിച്ചുകൊണ്ട് ഒരു വിദഗ്ധനായ ഭക്തന് പ്രത്യക്ഷത്തിൽ ഭൗതിക മണ്ഡലത്തിൽ പ്രവർത്തനം നടത്തുമ്പോൾ ആധ്യാത്മിക ശക്തിയുമായി നിരന്തര സമ്പർക്കത്തിൽ കഴിയും. അങ്ങനെയുള്ള ഒരു ഭക്തന് ഒന്നും തന്നെ ഭൗതികമല്ല. ഹരേ കൃഷ്ണ.